എന്നോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും പറ്റത്തില്ല, നിന്റെ അച്ഛൻ്റെ വകയല്ല ഈ ആശുപത്രി എന്നും പറഞ്ഞ് ഈ ആശുപത്രിയിൽ ഒരാവശ്യത്തിനും അല്ലാതെ വന്ന ഒരാൾ പുറത്തുനിന്ന് വന്ന് എന്നെ മർദ്ദിച്ചു. അതായത് രണ്ടാമത് എന്നെ മർദ്ദിക്കാൻ ആ വിഷയത്തിലുള്ള യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യമില്ല, കണ്ടിട്ടുമില്ല, അതേപോലെ വീട്ടിൽ വിളിച്ചിട്ടുമില്ല, അല്ല അത് മുന്നൊരു വൈരാഗ്യമില്ല, ഒന്നുമില്ല. അവരത് ആറ്റിറ്റ്യൂഡ് ചെയ്ത് അങ്ങനല്ല അവർ ഉൾക്കൊള്ളുന്നത്. നമ്മളെ അവരെ പുറത്ത് നിർത്തുക എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. ഞാൻ കുട്ടിയെ സുരക്ഷിതമാക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് അത്ര മർദ്ദനം പറ്റുക. കാരണം ഞാൻ കുട്ടിയെ കവർ ചെയ്ത് നിന്നുകൊണ്ടാണ്. ഭീതിയാണ് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ക്യാഷായിട്ട് ജോലി ചെയ്യുക. അതുകൊണ്ട് മദ്യപാനികളെ അതുകൊണ്ട് ശല്യമാണ്. ആ ഒരു സമീപനമാണ് പൊതുസമൂഹം കുറേ മനസ്സിൽ. ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്. കാരണം 100 പേര് വന്ന 100 അഭിപ്രായക്കാരാണ്. നമ്മൾ ഒരാളോടും പുറകെ പോകാനും ഇറങ്ങി നിൽക്കാനേ പറയുന്നത്. എൻ്റെ കണ്ണിന് സൈഡിൽ പിന്നെ ഇടിച്ച് ആ കണ്ണിൻ്റെ സൈഡിൽ പൊട്ടലുണ്ട്. ഇനി CT എടുത്ത് നോക്കണം. നമസ്കാരം. റാന്നി താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവമുണ്ടായത്. സെക്യൂരിറ്റി ജീവനക്കാരനായ പെരുന്നാട് സ്വദേശി പ്രകാശ് TV ഒപ്പമുണ്ടായിരുന്ന ക്ലീനിംഗ് സ്റ്റാഫ് സജിമോൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. ആശുപത്രിയിൽ OP മുറിയിലേക്ക് ഒരു സംഘം ആളുകൾ ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും അവിടെ ട്രിപ്പിട്ട് കിടന്നിരുന്ന ഒരു കുട്ടി ആ കട്ടിൽ നിന്ന് വീഴാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടയുന്നതിനിടയിലാണ് ഈ സംഘവുമായി തർക്കമുണ്ടാകുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കുന്നതിനായി എത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് മർദ്ദിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പെരുമ്പട്ടി അത്യാൽ സ്വദേശിയായ മുതുക്കാൽക്കാലയിൽ ദീപു, മോതിരവയൽ സ്വദേശി പുള്ളൂരിൽ സുജിത്ത്, അടിച്ചിപ്പുഴ സ്വദേശികളായ വിശാഖ്, ശിവകുമാർ, ചെല്ലക്കാട് സ്വദേശി കടാമുള ജുബിൻ മാത്യു എന്നിവരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഈ കേസിൽ 2 പേരെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മർദ്ദനമേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രകാശ് TV നമ്മളോട് പ്രതികരിക്കുകയാണ്. ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അതെ, ഞായറാഴ്ച ഒരു രാത്രി 12 മണിയോടെ അടുത്ത്. എന്താണ് അത് രാത്രിയിലെ ഞായറാഴ്ച പൊതുവേ നമുക്ക് കാഷ്വാലിറ്റി ഭയങ്കര തിരക്കാണ്. ആ തിരക്ക് സമയത്ത് ഒരു ഹാങ്ങിങ് കൂടെ വന്നു. ഈ രാത്രി ഹാങ്ങിങ് വന്ന് അവരുടെ കൂടെ കുറേ മദ്യപിച്ച ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആ OP കൗണ്ടറിൽ കാഷ്വാലിറ്റി കൗണ്ടറിൽ ക്യൂ നിന്ന 10-15 പേര്. മൊത്തത്തിലെ ആശുപത്രി നമ്മുടെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥലക്കുറവ് പരിമിതികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ഇവരിവിടെ വന്നോണ്ടേ തിരക്കാണ്. ഡോക്ടർ പറഞ്ഞ് എന്നോട് ആൾക്കാരെ നിയന്ത്രിച്ച് നിർത്താൻ. അങ്ങനെ നിയന്ത്രിക്കുന്ന ഭാഗമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒരു ലൈനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യൂവിൽ നിന്ന ഒരാൾ എന്നോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും പറ്റത്തില്ല, നിൻ്റെ അച്ഛൻ്റെ വകയല്ല ഈ ആശുപത്രി എന്നും പറഞ്ഞ് സംസാരിച്ച് പുള്ളി 2-3 പ്രാവശ്യം എന്നെ വെല്ലുവിളിച്ച് പിന്നെ വന്ന് എന്നെ തെള്ളുകയും മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് സംഭവത്തിൻ്റെ തുടക്കം. അങ്ങനെ വീണ്ടും ഇവർ എന്നെ മർദ്ദിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ മർദ്ദനം അവിടെ ഒരു കുട്ടിയോട് വന്ന ബൈസ്റ്റാൻഡിന് കേശായിട്ടുള്ള അവരുമായിട്ടായി സംഘടന. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ആദ്യം സംഘടനമായി. അപ്പോൾ എന്നെ മർദ്ദിച്ചതിന് ശേഷം ഈ ആശുപത്രിയിൽ ഒരാവശ്യത്തിനും അല്ലാതെ വന്ന ഒരാൾ പുറത്തുനിന്ന് വന്ന് എന്നെ മർദ്ദിച്ചു. അതായത് രണ്ടാമത് എന്നെ ആ വിഷയത്തിലുള്ള രണ്ടാമത് വന്ന ആൾ എന്നെ മർദ്ദിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യമില്ല, കണ്ടിട്ടുമില്ല, അതേപോലെ വീട്ടിൽ വിളിച്ചിട്ടുമില്ല, അല്ല അത് മുന്നൊരു വൈരാഗ്യമില്ല, ഒന്നുമില്ല. അതിൽ ഒരു ആൾക്കൂട്ടത്തിൽ വന്ന് എല്ലാം എന്നെ കൂടെ രണ്ടിരിക്കട്ടെ എന്നുള്ള രീതിയിൽ വന്ന് മർദ്ദിച്ചിട്ട് പോയി. ഈ കാഷ്വാലിറ്റിയുടെ കുട്ടിയുടെ അടുത്തോട്ടേക്ക് തിരക്ക് വന്നോ? അങ്ങനെയാണ്. നമ്മൾ ഈ കുട്ടി കിടക്കുന്ന കട്ടലിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പാസേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ല. വെളിയിൽ പോകുന്നതും അറുത്തോട്ട് പോകുന്നതും ഒരു വീൽ ചെയർ കൊണ്ടുപോകണമെങ്കിൽ എല്ലാം ആ ഡോറിക്കൂടെ വേണം. അപ്പോൾ ആൾക്കാരവിടെ എന്നാൽ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഈ വീൽ ചെയറൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കാലിൽ മുട്ടി അവർക്ക് പരിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആൾക്കാരെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരത് ആറ്റിറ്റ്യൂഡ് ചെയ്ത് അങ്ങനല്ല അവർ ഉൾക്കൊള്ളുന്നത്. നമ്മളെ അവരെ പുറത്ത് നിർത്തുക എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. കുട്ടിയെ കൂടി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ഇഷ്യൂ. അതെ, ഞാൻ കുട്ടിയെ സുരക്ഷിതമാക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് അത്ര മർദ്ദനം പറ്റുക. കാരണം ഞാൻ കുട്ടിയെ കവർ ചെയ്ത് നിന്നുകൊണ്ടാണ് ആ സമയമാണ് എന്നെ മർദ്ദിക്കാൻ ഉപയോഗിച്ചത്. ഒപ്പമുള്ള ഒരാൾക്ക് മർദ്ദനം പറ്റുന്നു. അതെ, ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു സജിമോനെ. പക്ഷെ പുള്ളിയെ മർദ്ദിച്ചപ്പോഴത്തേന് പുള്ളി ഓടി മാറി. കാരണം ഈ മദ്യപാനികൾ എന്ത് ചെയ്യണമെന്നറിയാം, എന്ത് ആയുധം കൊണ്ട് വരുമെന്ന് പോലും ഞങ്ങളെന്ന് നോക്കിയാൽ ഭീതിയാണ് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ക്യാഷായിട്ട് ജോലി ചെയ്യാൻ. അതുകൊണ്ട് മദ്യപാനികളെ അതുപോലത്തെ ശല്യമാണ്.
ഇത് നമ്മളെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. നമ്മളെ ഈ ഒരു സെക്യൂരിറ്റിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള 100 പേര് വന്ന 100 സ്വഭാവക്കാരായിരിക്കും. അവരോട് എല്ലാവരോടും നമ്മുടെ ടെൻഷനുകൾ മറന്നു വേണം അവരോട് അത് ഇടാൻ. നമ്മൾ പറയുന്ന ഒന്ന് തെറ്റി ഉടനെ ഉടക്കാം. ആ ഒരു സമീപനമാണ് പൊതുസമൂഹം കുറേ മനസ്സിൽ ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്. കാരണം 100 പേര് വന്ന 100 അഭിപ്രായക്കാരാണ്. ഒരുപാട് തിരക്ക് വന്നു കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഈ ഒരു കുടിയം വന്നു അടുത്ത വേറൊരു സ്വഭാവക്കാരൻ അവരെല്ലാം അവർ ചിന്തിക്കുന്നില്ല നമ്മൾ അവരുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയായി ക്രമീകരിക്കുന്നതെന്ന്. നമ്മൾ ഒരാളോടും പുറകെ പോകാനോ ഇറങ്ങി നിൽക്കാനോ പറയുന്നില്ല. നിങ്ങളൊരു ലൈനായിട്ട് വരും. അപ്പം അത് ഡോക്ടർക്കാണെങ്കിലും ടെൻഷനില്ല നോക്കാൻ പറ്റും. ഇതൊക്കെയാണ്. ഇപ്പം ഈ വന്ന ബൈസ്റ്റാൻഡേഴ്സ് തമ്മിലുള്ള ആളുകൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സംഘർഷം ഉണ്ടായി. അത് ആശുപത്രിക്ക് പുറത്ത് വെച്ചാണ്. അതായത് എന്നെ മർദ്ദിച്ച ആളിനെ അവർ പുറത്തിട്ട് മർദ്ദിച്ചു. അത് നമ്മളുമായിട്ടുള്ള കാര്യമല്ല, അത് അവർ തമ്മിലുള്ള വിഷയങ്ങളാണ്. കാരണം എന്നെ മർദ്ദിക്കുന്നതിനിടെ ആ ബൈസ്റ്റാൻഡറുടെ അനിയനോ മറ്റോ മർദ്ദനം ഏറ്റു. ഇത് എന്താണ് പരിക്കിപ്പോൾ? എൻ്റെ കണ്ണിന് സൈഡിൽ ഇടിച്ച് ആ കണ്ണിൻ്റെ സൈഡ് പൊട്ടലാണ്. ഇനി CT എടുത്ത് നോക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റാണ്. ഞാനിവിടെ അഡ്മിറ്റാണ്. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഞാൻ 8.5 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളൊരുമാതിരി ഇത് ആദ്യമായിട്ടാണ് ആക്രമണ രീതിയിൽ വരുന്നത്. ആക്രമണ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പണി അറിയാമല്ലോ. ഈ പണി ഒരു വലിയ റിസ്ക് പിടിച്ച പണിയാണ്. നമ്മളെ എപ്പോഴും നമ്മളെ കരുതി വേണം നിൽക്കാൻ. നമ്മുടെ ഒരു വാക്ക് തെറ്റിപ്പോയാൽ അന്നേരം നമ്മളൊക്കെതിരെ പ്രതികരിക്കുന്നതായിരിക്കും. അധികൃതരൊക്കെ ഇടപെട്ടോ? അവരെന്ത് പറയുന്നു? അധികൃതരെല്ലാം നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. എല്ലാ സൂപ്രണ്ടും RMOയും അതുപോലെ അന്ന് ക്യാഷ്വാലിറ്റി MO ജിതേഷ് സാറൊക്കെ നല്ല സപ്പോർട്ടാണ്. കാരണം എൻ്റെ ഭാഗത്തൊരു കുഴപ്പമില്ല എന്ന് നമ്മൾ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് പൊതുജനങ്ങളിൽ കുറേ പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ക്യൂ തെറ്റിച്ച് വരുന്നവർക്കും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വരണമെന്നോ ആഗ്രഹമുള്ളവർക്കും ഒക്കെ അതൊരു ശരിയല്ല എന്ന് തോന്നും. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാൻ അങ്ങ് പരമാവധി ചെയ്യാറുമുണ്ട്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അന്നേരം തന്നെ വന്നു അക്രമികളെ പിടിച്ചു. വേണ്ട നടപടി വിഷയമൊക്കെ നോക്കി വേണ്ട കേസെടുത്ത് പ്രതികളെ റിമാൻഡ് ചെയ്തു. 2 പേര് റിമാൻഡിലാണ്. 3 പേരെ ജാമ്യത്തിൽ വിട്ടെന്ന് തോന്നി. കറക്റ്റ് അറിയത്തില്ല, ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ്.